ബീഹാർ ഇലക്ഷനിലെ വൻ വിജയത്തിന് ശേഷം പുതിയൊരു ചരിത്ര നേട്ടവുമായി ബി ജെ പി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയായി ബി ജെ പി. 1656 MLA-മാരുമായി 19 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം കൈയാളുന്നത്. അതിൽ 14 സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി. 1984 ജനതാ പാർട്ടിയുമായി സഖ്യം ചേർന്ന് രൂപീകൃതമായ ബി ജെ പിയുടെ തുടക്കം വെറും 2 സീറ്റുകളിൽ നിന്ന് മാത്രമായിരുന്നു. ഇന്ദിരാവാദത്തിൽ വിറങ്ങലിച്ചു നിന്ന രാജ്യത്തിന്റെ സഹതാപ തരംഗത്തിലേറി മൃഗീയ ഭൂരിപക്ഷവുമായി രാജീവ് ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ഭരണത്തിലേറിയപ്പോൾ ബി ജെ പിയുടെ അധികായനായ അടൽ ബിഹാരി വാജ്പേയി പോലും പരാജയം രുചിച്ചു. പിന്നീട് പാർട്ടി അധ്യക്ഷനായി LK അദ്വാനി സ്ഥാനമേറ്റതോടെ കളി മാറി. 1989 85 സീറ്റുകളാണ് ലോക്സഭയിൽ ബി ജെ പി തൂത്തുവാരിയത്. പിന്നീട് 91 120 സീറ്റുകളിലേക്ക് അത് വ്യാപിച്ചു. ബി ജെ പിയുടെ മോഡേൺ ആർക്കിടെക്ട് അല്ലെങ്കിൽ ആധുനിക ശില്പി എന്നറിയപ്പെടുന്ന അദ്വാനിയിൽ നിന്ന് തന്നെയായിരുന്നു നരേന്ദ്രമോദിയും രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. മോദിയുടെ വളർച്ചയിൽ എപ്പോഴും ഒരു നിറസാന്നിധ്യമായിരുന്ന അദ്വാനി പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തെ തുണച്ചു. ഒടുവിൽ 2013 ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരുന്നു. പിന്നെ നടന്നത് ചരിത്രം. 2014 തുടങ്ങി ഇന്നും അസ്തമയമില്ലാതെ തുടർന്ന മോദി പ്രഭാവത്തിലേറി ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. ഒരിക്കൽ രഥയാത്രയുടെ നടുവിൽ വെച്ച് അദ്വാനിയെ അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയായ ലാലു യാദവിന്റെ പാർട്ടിയെ അതേ മണ്ണിൽ വെച്ച് ദയനീയമായി പരാജയപ്പെടുത്തി മൃഗീയ ഭൂരിപക്ഷം നേടി ബി ജെ പി പ്രതികാരം വീട്ടി. ഉത്തർപ്രദേശിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്, 258. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ബി ജെ പിക്ക് 100-ലധികം MLA-മാരുണ്ട്. 2026 നിയമസഭാ ഇലക്ഷനോടെ കേരളത്തിലും അക്കൗണ്ട് തുറക്കുമെന്ന് കേരള ബി ജെ പിയുടെ കേരള ഘടകം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.